മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. വിശേഷങ്ങളൊക്കെ പറയാ. നിനക്കവിടെ സുഖാണോ? മാമിയുടെ സ്വഭാവമൊക്കെ എങ്ങനെയുണ്ട്? അത് ശരിയാവാനൊന്നും പോകുന്നില്ല. സ്ത്രീധനമില്ലാതെ കയറി ചെന്നതിന്റെ കലി ഇപ്പോഴും ഉണ്ട്. ഞാനതൊന്നും വകവയ്ക്കാൻ പോയില്ല എന്ന് മാത്രം. കുറെ വഴക്കുണ്ടാക്കി കഴിയുമ്പോ അങ്ങ് നിർത്തുമല്ലോ. അല്ല, ദിവ്യപ്രഭയോ? ആ, അതിന്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. എന്ത് ചെയ്താലും കുത്തുവാക്ക് പറയും. പുച്ഛവാ, സ്ഥായി ഭാവം. വലിയ തമ്പുരാട്ടിയാണെന്ന വിചാരം. ആകാശേട്ടന് ജോലി പോയതോടെ പരിഹാസം കൂടി. ഇത്രയും പ്രായമായിട്ടും വീട്ടുകാരുടെ ചെലവിൽ ജീവിക്കാൻ നാണമില്ലെന്ന് ചോദിച്ചാ ഇപ്പൊ കളിയാക്കുന്നത്. ആകാശേട്ടൻ നല്ലത് തിരിച്ചു പറയും. എനിക്കതിനും പറ്റില്ലല്ലോ. നീ ഒന്നും പറയാൻ പോവണ്ട. കൊറേയൊക്കെ നമ്മൾ കണ്ടില്ലാന്നും കേട്ടില്ലാന്നും നടിച്ചാ മതി. വീടല്ലേ, അങ്ങനെയൊക്കെ നടക്കൂ. ഇതൊക്കെ സഹിക്കാൻ ഞാൻ ശീലിച്ചു ചേച്ചി. പക്ഷേ ആകാശേട്ടനെ കളിയാക്കുമ്പോ എനിക്ക് ശരിക്കും സങ്കടം വരും. എനിക്ക് വേണ്ടിയാണല്ലോ പാവ ഇതൊക്കെ സഹിക്കുന്നതെന്ന് ഓർക്കുമ്പോ. എന്താ ആകാശേട്ടന് ഇനിയുള്ള പരിപാടി? സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്നാ പറയുന്നേ. ഒരു ജിമ്മ് തുടങ്ങാൻ ആലോചനയുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. എന്നാലും കുറച്ച് പൈസ കയ്യിൽ വേണം. എന്നിട്ടാണോ ഈ ഷോപ്പിംഗ് ഒക്കെ നടത്തി ഇങ്ങോട്ട് വന്നത്? പൈസ സൂക്ഷിച്ച് ചെലവാക്കണം. അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഈ ഡ്രസ്സൊന്നും വാങ്ങിയത് ഞങ്ങളുടെ പൈസ കൊണ്ടല്ല. അന്ന് വിരുന്നിന് ക്ഷണിക്കാൻ അമൃതേച്ചി വന്നില്ലേ, അപ്പ തന്നതാ. പൈസ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ ഞാൻ മടി കാണിച്ചപ്പോ ചേച്ചി അക്കൗണ്ടിലേക്ക് അയച്ചതാ. അതൊന്നും അമൃതേച്ചി പറഞ്ഞില്ലേ? ഇല്ല. പണ്ടത്തെ പോലെ തന്നെയാ. ആർക്കെന്ത് സഹായം ചെയ്താലും അത് പുറത്തു പറയാതെ കൊണ്ടു നടക്കും. മോളെ, അച്ഛനും അനക്കയും കൂടെ നിനക്കും ആകാശനും എന്തൊക്കെയോ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത്തിരി കഴിയട്ടെ, അച്ഛൻ ഇങ്ങോട്ട് വരും. എന്തു പറ്റി? ചിലപ്പോ വല്ലാത്തൊരു വീർപ്പൂട്ടൽ വരും ചേച്ചി. ആകാശേട്ടന് ജോലി പോയതോടെ ഒരു വിലയും ഇല്ലാതായി. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എത്ര ആശ്വാസമാവുമായിരുന്നു. അതിന് നിനക്ക് ജോലിക്കുള്ള പ്രായമൊന്നും കഴിഞ്ഞു പോയിട്ടില്ലല്ലോ. ശരിക്കും പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതിയ ഇനിയും ചാൻസ് ഉണ്ട്. ഇവിടെ താമസിച്ചിരുന്ന കാലത്തും എന്റെ അവസ്ഥ ഇത് തന്നെ ആയിരുന്നില്ലേ? സ്വന്തമായി ജോലിയും വരുമാനവും ഇല്ലാത്ത ഒരേ ഒരാൾ. ഇപ്പൊ നോക്ക്, അവിടെ അതേ പരിഹാസം. അതൊന്നും സാരമില്ല, ഇതൊക്കെ ജീവിതത്തിലുള്ളതല്ലേ. കല്യാണം കഴിച്ച് അയച്ചിട്ടും എനിക്ക് ആവശ്യത്തിനുള്ള പണം ചേച്ചി തന്നെ തരേണ്ടി വന്നു. ഇനി എത്ര കാലം മറ്റുള്ളവരെ ആശ്രയിച്ച് ഇങ്ങനെ കഴിയേണ്ടി വരുമോ എന്തോ. മറ്റുള്ളവരോ? ഞങ്ങൾ എന്നാ നിനക്ക് മറ്റുള്ളവരായത്? കല്യാണം കഴിഞ്ഞെന്നോർത്ത് നീ വേറെ ആയെന്നാണോ കരുതിയത്? കല്യാണം കഴിച്ചാലെന്നല്ല, മുറിച്ചു മാറ്റിയാൽ പോലും പഞ്ചരത്നങ്ങൾ എന്നും ഒരു ടീമായിരിക്കും. ആകാശിന്റെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ശരിയായി വരുമ്പോ പറയണം. കുറച്ചു പൈസയൊക്കെ തന്ന് സഹായിക്കാൻ ഞങ്ങൾക്കും പറ്റും. ബിസിനസ് നന്നായി നടന്നാ പണം വരും. കയ്യിൽ പണം ഉണ്ടെങ്കിൽ പിന്നെ ആരെ ആശ്രയിക്കാതെ ജീവിക്കാമല്ലോ. കയ്യിൽ അത്യാവശ്യം പൈസ വന്ന അന്ന് വീട് മാറണമെന്ന് ആകാശേട്ടൻ പറയുന്നേ. അമ്മായിയെ പിന്നെ സഹിക്കാം. ഒരു തരത്തിൽ സഹിക്കാൻ പറ്റാത്തത് ആ ദിവ്യപ്രഭയാ. അവരൊക്കെ എത്തിയോ? ഞാനൊരല്പം വൈകി. അത് സാരല്ല, വന്നല്ലോ. പഞ്ചരത്നത്തിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ഒരുപാട് നാളായി. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. കൃഷ്ണേട്ടന്റെ കൈപുണ്യം പഴയതുപോലെ ഉണ്ടോന്ന് അറിയണല്ലോ. കൃഷ്ണേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ പുറത്തേക്ക് പോയി. സംഗതി അത് തന്നെ. അഭിയേട്ടൻ വരുമെന്ന് പറഞ്ഞു. കൃഷ്ണേട്ടൻ പതിയെ മുങ്ങി. വിവേക് വാ. ആരായി വന്നിരിക്കുന്നേ? ഇരിക്ക്. എത്ര നാളാടാ കണ്ടിട്ട്? അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എങ്ങനെയുണ്ട് വിവാഹ ജീവിതമൊക്കെ? കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് പോകുന്നു. ഒരുമിച്ച് കല്യാണം കഴിക്കാൻ ഇരുന്നിട്ട് ധൃതി പിടിച്ച് ആദ്യം പോയി കല്യാണം കഴിച്ചല്ലേ നിങ്ങള്? ഇനിയിപ്പോ വിവാഹ ജീവിതത്തെ പറ്റി ഇവരോട് ചോദിച്ചു പഠിക്കാം. അല്ല, അമൃതേച്ചി എവിടെ?
ഹോട്ടലിൽ ഊണിന്റെ തിരക്ക് തുടങ്ങിയ പിന്നെ അമൃതേച്ചി ഇങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട. ഓ 3 മണിക്ക് ഊണ് ക്ലോസ് ചെയ്താലേ ഇനി ആളെ കാണും. കുറച്ച് വെള്ളം. 1 മിനിറ്റ്. ആ സുധാകര, ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പഞ്ചരത്നത്തിലെ ഭക്ഷണം ആരെങ്കിലും ഒഴിവാക്കൂ. ഇത്രയും വെള്ളം. ആ മോളെ, കുറച്ച് വെള്ളം കൊടുക്കും. മോളെ, ഇന്ന് കൃഷ്ണേട്ട ഇല്ലേ? ആ പുറത്തെവിടെയോ പോയതാ, ഉടനെ വരും. ആ എടുത്ത് കഴിക്കേ. ആ അതെ, ആ. നീ ചെന്ന് കൗണ്ടറിൽ ഇരിക്കും, ഭക്ഷണമൊക്കെ ഞാൻ കൊടുത്തോളാം. ശരി, ഞാൻ വെള്ളം കൊടുത്തിട്ട് പോ. മതിയോ? അപ്പോ കഴിക്കും. ശരി, നല്ലപോലെ കഴിക്കും എടാ. ഇവിടെ കുറച്ച് വെള്ളം. ആ ഇതാ ഇപ്പൊ എടുത്തോണ്ടല്ലോ. ആ അതെ, കുറച്ച് വെള്ളം കൊടുക്ക അവിടെ. ശരി. ഞാൻ എടുത്തു. ഇല്ല, കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും വേണോ കഴിക്കാൻ? വേണ്ട ചേട്ടന്. ചേച്ചി വരുമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. എനിക്കാണീ കാര്യങ്ങൾ അറിയാഞ്ഞിട്ട് നിൽക്കാനും ഇരിക്കാനും പറ്റുന്നില്ല. ഞാനും ക്ഷമ കെട്ടി നിൽക്കുക. നീ ഒന്നുകൂടി അയാളെ ഒന്ന് വിളിച്ചു നോക്കിയേ. ഇനിയിപ്പോ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലോ? ഏയ് അങ്ങനെ വരില്ല ചേച്ചി. അയാൾ ഒരു കാര്യം ഏറ്റെടുത്താൽ നടത്തിയിരിക്കും. ആകാശിന്റെ ജോലി കളയിച്ച് തന്നെ കണ്ടില്ലേ? അതൊക്കെ ശരിയാ. പക്ഷേ ഏത് പദ്ധതിയും പാളിപ്പോവാൻ നിമിഷങ്ങൾ മതി. പണ്ട് നമ്മളിതുപോലെ പഞ്ചരംഗത്തിലെ പാചകക്കാരനെ കൊണ്ട് വിഷം കലർത്താൻ ശ്രമിച്ചല്ലേ? കൃത്യസമയത്ത് കാര്യങ്ങൾ അറിഞ്ഞ അഭിമന്യു വന്നില്ലേ? അതുപോലെ എന്തെങ്കിലും സംഭവിച്ചാലോ? എന്തായാലും നീ അയാളെന്ന് വിളിക്ക്. ദാ എത്തിയാണ്. സക്സസ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായിന്ന് പറ. കുടിവെള്ളത്തിലാ ചേർത്തത്. ഒരു 10-15 പേരെങ്കിലും ഛർദ്ദിച്ച് കുഴഞ്ഞു വീഴും. മരിക്കുവോ? അത് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി പോലെ ഇരിക്കും. ചാവുന്നെങ്കിൽ ചാവട്ടെ. എത്രയും പെട്ടെന്ന് ഇത് വാർത്തയാക്കണം. കേരളം കണ്ട ഏറ്റവും വഷളായ ഭക്ഷ്യവിഷബാധകളിൽ ഒന്ന് ഇതായിരിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. ആളെ കൂട്ടി ബഹളം വെക്കണം, മീഡിയ അറിയിക്കണം. ലൈസൻസി ആരാണോ അവരെ അറസ്റ്റ് ചെയ്യും. അയ്യോ, അപ്പൊ എന്റെ അമൃതയെ അറസ്റ്റ് ചെയ്യൂ? ചെയ്യണം.
പഞ്ചരത്നം പൂട്ടണം. ആശ്രയമില്ലാതെ അമൃത റിമാൻഡിലാവണം. അവിടുന്ന് തുടങ്ങും നമ്മൾ അടുത്ത അധ്യായം. സ്വന്തമായിട്ട് ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങുന്നതൊക്കെ വളരെ റിസ്ക് ഉള്ള കാര്യോ. ടൗണിലേക്ക് ചെന്നാ മുക്കിന് ഹെൽത്ത് ക്ലബ്ബുകളാ. ഇവിടെയൊക്കെ ആള് കയറിയാലേ കാശുണ്ടാവും. ആകാശേട്ടന് എന്തായാലും നല്ല ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? മുതൽ മുടക്ക് കൂടുതലല്ലേ? എക്യുപ്മെന്റ്സിന്റെ വിലയും ബിൽഡിങ്ങിന്റെ റെന്റും ഒക്കെ വെച്ച് നോക്കുമ്പോ മുതലാവണ്ടേ? വേറെന്തെങ്കിലും ജോലിക്ക് പോകുന്നതല്ലേ നല്ലത്. ആനകേച്ചി ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കരുത്. നെഗറ്റീവ് ഒന്നും പറഞ്ഞതല്ല, റിസ്ക് ഫാക്ടർ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പിന്തിരിപ്പിക്കണ്ട എനക്കെ. സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാന്ന് പറയുന്നത് നല്ല കാര്യമാ. ഇല്ലെങ്കിൽ വിവേകിനോട് ചോദിക്കും. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളല്ലേ. ഒരു റിസ്ക്കും ഇല്ലാത്ത ബിസിനസ് ഉണ്ടോ? ഇപ്പൊ പഞ്ചരുന്നതിന്റെ കാര്യം തന്നെ എടുക്കാം. നിങ്ങൾ തുടങ്ങുമ്പോൾ നല്ല റിസ്ക് ആയിരുന്നല്ലോ. എന്നാ ഇപ്പോഴോ? നമ്മുടെ നാട്ടിലെ ഏറ്റവും പേരെടുത്ത ഹോട്ടലല്ലേ. ആ പേരിന്റെ പിന്നിൽ അമൃതിച്ചിട്ട് കഷ്ടപ്പാടാ. ആകാശ് കഷ്ടപ്പെടാൻ തയ്യാറല്ലെന്ന് പറഞ്ഞില്ലല്ലോ. എന്തായാലും തുടങ്ങട്ടെ. അല്ലെങ്കിലും ഇനിയുള്ള കാലം ബിസിനസ് തന്നെയാ നല്ലത്. മക്കളെ, നിങ്ങളൊക്കെ ഊണ് കഴിച്ചോ? ഇല്ലച്ചാ, എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാന്നാ. ആകാശോടെ വരട്ടെ. ആകാശം എവിടെ പോയതാ? ഇവിടെ അടുത്തൊരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. പുള്ളിക്കാരനെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞു. എന്താച്ചാ? അല്ല, എന്താന്നറിയില്ല, വയറിനകത്തൊരു വല്ലാത്ത വേദന, സഹിക്കാൻ പറ്റുന്നില്ല. ഗ്യാസിന്റെ ആയിരിക്കും. ഞാൻ ഗുളിക എടുത്തുതരാം. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. മക്കളെ, ഞാൻ കുറച്ചേരം ഒന്ന് കിടക്കട്ടെ. നിങ്ങളെ ഊണ് കഴിച്ചിട്ടേ കുറച്ചേരം ഒന്ന് സംസാരിച്ചിരിക്കേ. നിങ്ങളെല്ലാരും ആഹാരം കഴിച്ചോ? ഇല്ല, ആകാശ് വരട്ടെ എന്ന് കരുതി. ഒരു പ്രശ്നമുണ്ട്. എന്താ ആകാശേ? ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത. നഗരത്തിലെ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച നിരവധി ആളുകളെ ഗുരുതരമായ രോഗലക്ഷണങ്ങളോടെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നഗരത്തിൽ 5 സ്ത്രീകൾ ചേർന്ന് നടത്തുന്ന പഞ്ചരത്നം എന്ന ഹോട്ടലിലാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഉച്ചയൂണ് മാത്രം നൽകുന്ന ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിറങ്ങിയവരാണ് ഛർദിയും ഉദര സംബന്ധമായ അസുഖങ്ങളുമായി ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. ചേച്ചി, ഞങ്ങളുടെ റിപ്പോർട്ടർ ഒടുവിൽ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് കുറഞ്ഞത് 15 പേരെങ്കിലും ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. വിവിധ ആശുപത്രികളിൽ നിന്നും വിവരങ്ങളുമായി ഞങ്ങൾ ഉടൻ തിരിച്ചെത്തും. ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത. ആശുപത്രിയിലെത്തിയ പലരുടെയും നില അതീവ ഗുരുതരമാണ്. രോഗികളിൽ കൊച്ചുകുട്ടികളും ഉൾപ്പെടുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഫുഡ് പോയ്സണോ? അതെങ്ങനെ? അറിയില്ല ചേച്ചി, വാർത്ത പരക്ക. എന്താച്ചാ? അല്ല, എന്താന്നറിയില്ല, വയറിനകത്തൊരു വല്ലാത്ത വേദന, സഹിക്കാൻ പറ്റുന്നില്ല. അനക്കെ, അച്ഛൻ. അയ്യോ, ഫുഡ് പോയ്സൺ ആയിരിക്കും. 10-12 പേര് ആശുപത്രിയിലാണെന്ന് TV ന്യൂസ് കേട്ടില്ലേ? വേഗം വണ്ടി എടുക്ക്, പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. ഞാനും കൂടെ വരാം. വേണ്ട, പ്രശ്നങ്ങൾ പുറത്തറിഞ്ഞ സ്ഥിതിക്ക് ആളുകൾ അന്വേഷിച്ചു വരും. അപ്പൊ നമ്മൾ ആരും ഇവിടെ ഇല്ലെന്ന് വന്ന പ്രശ്നമാണ്. ഞാനും അനക്കി കൂടെ പോവാം.
ആകാശ് ഇവിടെ തന്നെ ഉണ്ടാവണം. ന്യൂസ് ആണെങ്കിൽ സ്പ്രെഡ് ആവുക. പോലീസ് കേസെടുക്കാൻ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ. എടാ ഞാൻ കൂടെ വരാം. ഏയ് വേണ്ട, ഇവിടെയാണ് ആള് വേണ്ടത്. ഓക്കെ. എന്താടാ, എന്താ സംഭവിച്ചത്? ഒന്നും അറിയില്ല അവിയേട്ടാ. ഞങ്ങളെല്ലാരും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആകാശ് ഒന്ന് കാര്യം പറയുന്നത്. വയറുവേദന ഉണ്ടെന്ന് അങ്കിൾ അതിനു മുമ്പേ പറഞ്ഞിരുന്നു. അമൃതേശി സംശയം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കി. അപ്പോഴേക്കും ബോധം കെട്ട് കിടക്കായിരുന്നു അങ്കിള്. ഈ ഹോട്ടലിൽ നിന്ന് പോയിസണിങ് ഉണ്ടായെന്നാണ് നാട് മുഴുവൻ പറയുന്നത്. അതെങ്ങനെ സംഭവിക്കുക? അത് ഞങ്ങളാരും ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. ആകാശ് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോഴാണ് സംഭവം. അങ്കിള് കഴിച്ചോ? ഊണ് കഴിച്ചിട്ടില്ല, അത് ഉറപ്പാ. ഊണിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അങ്കിള് പറഞ്ഞത് നല്ല വയറുവേദനയുണ്ട്, കുറച്ച് കിടക്കാൻ പോവാണെന്ന്. അവിടുന്ന് ആകാശ് എന്നെ വിളിച്ചു പറഞ്ഞത് അമൃത ഭയങ്കര കരച്ചിലും ബഹളമെന്നാ. സംഗതി ഫുഡ് പോയിസണിങ് ആണെങ്കിൽ കുറച്ച് സീരിയസ് കേസാണ്. അല്ല, അങ്കിളിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ കൊണ്ടുവന്നല്ലേ ഉള്ളൂ. കൊണ്ടുവരുമ്പോഴും ശരിക്കും ബോധമില്ല, തളർന്നു വീണ അവസ്ഥയില. അനക്കകത്തേക്ക് പോയിട്ടുണ്ട്. അവള് വരട്ടെ. എടാ, എവിടെയോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ആരോ മനഃപൂർവ്വം ചെയ്ത പോലെ. എന്ന് വെച്ചാ? എന്തായാലും പഞ്ചരത്നത്തിലുള്ള ജീവനക്കാർക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റാൻ സാധ്യതയില്ല. ഇനി പുറത്തുനിന്ന് ആരെങ്കിലും ഒരുക്കിയ ട്രാപ്പാണെങ്കിലോ? അങ്ങനെ ഇപ്പൊ ആരാ ചെയ്യുക? ഇവർക്കാണോ ശത്രുക്കൾക്ക് പഞ്ഞം? ധാരാളം പേരില്ലേ? അവരാരെങ്കിലും പ്ലാൻ ചെയ്തൊരു ക്രൈമാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതുറപ്പാ. എടാ, ഇതാരോ മനഃപൂർവ്വം ചെയ്തു തന്നെ. നഗരത്തിലെ ഹോട്ടലിലുണ്ടായ ഭക്ഷ്യവിഷബാധയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. 5 സഹോദരിമാർ ചേർന്ന് നടത്തുന്ന പഞ്ചരത്നം എന്ന ഹോട്ടലിലാണ് സംഭവം. അമൃത, അനഘ, അഖില, ആരാധ്യ എന്നീ സഹോദരിമാർ നടത്തുന്നതാണ് ഈ ഹോട്ടൽ. ഇതിലെ മൂത്ത സഹോദരിയായ അമൃതയുടെ പേരിലാണ് ഹോട്ടലിന്റെ ലൈസൻസ്. ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വിവിധ ആശുപത്രികളിലായി 10-ലധികം പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 5 പേരുടെയെങ്കിലും നില അതീവ ഗുരുതരമാണെന്നാണ് സൂചന. 20ഓളം വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത്. രുചികരമായ ഭക്ഷണം ലഭിക്കുന്നതിന്റെ പേരിൽ ഭക്ഷണപ്രേമികളുടെ പ്രശംസ ഏറെ ഏറ്റുവാങ്ങിയ ഹോട്ടലാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. പോലീസും ഭക്ഷ്യസുരക്ഷാ വകുപ്പും അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. ഹോട്ടൽ പൂട്ടുന്നതും ഉടമസ്ഥരായ സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതും അടക്കമുള്ള നടപടികളിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. എന്താ പോരെ? മതി, ഇത് ധാരാളം മതി. പഞ്ചരത്ന അടിയോടെ പിഴുതെറിഞ്ഞു. അറസ്റ്റ് ഉണ്ടാവുമല്ലേ? സംശയം എന്താ? ഹോട്ടലിന്റെ ലൈസൻസ് അമൃതയുടെ പേരിലാ. അമൃതയെ അറസ്റ്റ് ചെയ്യും. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.